എല്ലാവർക്കും നമസ്കാരം. മധ്യകേരളത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഒരു വാർത്തയായിരുന്നു നമ്മുടെ തൊട്ടടുത്ത പട്ടണമായ അങ്കമാലിയുടെ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡ് ചീനി കരിപ്പാല പ്രദേശത്ത് ആറാട്ടുകടവിൽ ആൻ്റണി റൂത്ത് ദമ്പതികളുടെ 6 മാസം കൈക്കുഞ്ഞായിട്ടുള്ള കുഞ്ഞിൻ്റെ കഴുത്തറുത്ത് മാറ്റി കൊലപ്പെടുത്തിയിരിക്കുന്ന എന്ന വാർത്ത ഞെട്ടലോട് കൂടിയിട്ടാണ് ഇന്നലെ ചാലക്കുടി, അങ്കമാലി, അതുപോലെ മധ്യകേരളം. സത്യത്തിൽ ഈ വാർത്ത കറുകുറ്റിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ വലിയ ഒരു നടുക്കമാണ് ഉണ്ടായത്. ആരാണ് ഇത്തരത്തിലുള്ള ഒരു കൊടും ക്രൂരത ചെയ്യുക? എന്താണ് ഇതിലെ സംഭവം? എന്തെങ്കിലും നിഗൂഢതകളുണ്ടോ? ഇതൊക്കെയായിരുന്നു തുടക്ക സമയങ്ങളൊക്കെ തന്നെ ഉയർന്നത്. എന്നാൽ അങ്കമാലി പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഈ വീട്ടിലുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്തു, വീട് സീൽ ചെയ്തു, മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ നീങ്ങി. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ വിഷയത്തിൽ ആരാണ് പ്രതി എന്നുള്ളത് പോലീസിന് കൃത്യമായിട്ട് തന്നെ കണ്ടെത്താൻ സാധിച്ചു. ഈ മരിച്ച കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മ റോസി എന്ന് പറയുന്ന വയോധികയാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത്. അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരിപ്പോൾ ചികിത്സയിലാണ്. അങ്കമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവർക്ക് ഈ സോഡിയക്കുറവ് ഉണ്ടാകുന്നത് മൂലമുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. ഇടയ്ക്ക് മാനസിക വിഭ്രാന്തിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അധിക ഡോസ് മരുന്ന് കഴിച്ച് ഒരു തവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ സാധിച്ചത് ബുധനാഴ്ച ഈ വീട് വളരെ ആഹ്ലാദിക്കേണ്ട ഒരു ദിനമായിരുന്നു. അവർ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. കാരണം ആൻ്റണി റൂത്ത് ദമ്പതികളുടെ മൂത്ത കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷമായിരുന്നു അന്ന് വീട്ടിൽ അവർ പ്ലാൻ ചെയ്തിരുന്നത്. ആ കുട്ടിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് എങ്ങനെ വീട്ടിൽ കേക്ക് മേടിക്കാം. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഒരു പിറന്നാൾ ആഘോഷം കുട്ടിയുടെ നടത്തുമ്പോഴുള്ള നോർമൽ രീതിയിൽ ചിന്തിച്ച് അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീടിൻ്റെ മുന്നിൽ തന്നെ പടിയിൽ ഇരുന്ന് ഈ കുഞ്ഞിൻ്റെ അച്ഛനായിട്ടുള്ള ആൻ്റണി ഈ കേക്ക് മേടിക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ തയ്യാറെടുപ്പ് നടക്കുമ്പോഴാണ് ഒരു അലമുറയിട്ടുള്ള വിളി കേട്ട് പെട്ടെന്ന് ഇവർ റൂമിലേക്ക് ഓടിച്ചെല്ലുന്നത്. അവിടെ കാണുന്ന അവസ്ഥ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട അമ്മൂമ്മയായിട്ടുള്ള റോസിയുടെ തൊട്ടടുത്ത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന 6 മാസം പ്രായമുള്ള ഇവരുടെ മകൾ ഡെല്ല മറിയ സാറ എന്ന് പറയുന്ന 6 മാസം പ്രായമുള്ള ഈ കുഞ്ഞ് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഉടനെ തന്നെ ഇവരുടെ അലമുറ കേട്ട്, കുടുംബാംഗങ്ങളുടെ അലമുറ കേട്ട് തൊട്ടടുത്തുള്ള അയൽവാസികളെല്ലാം പെട്ടെന്ന് വന്നു. അതിലൊരു മണി എന്ന് പറയുന്ന ചേട്ടൻ ഉടനെ തന്നെ ഈ കുഞ്ഞിനെ എടുത്ത് നേരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക്, പിന്നീട് അവിടുന്ന് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണ്. ഈ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ അവസ്ഥയെ പറ്റിയുള്ള കാര്യം ഇവർക്ക് കൃത്യമായി മനസ്സിലാവുന്നത്. അവിടെ ചെന്നപ്പോൾ അവർ എന്തോ കടിച്ചതായിട്ടാണ് അവർ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ കഴുത്തിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം അറുത്ത് മാറ്റപ്പെട്ട നിലയിലായിരുന്നു. ചോര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവരെ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഒരു പകപ്പിലായിരുന്നല്ലോ. അവിടെ ചെന്നപ്പോൾ എന്തോ കടിച്ചു, അതിൻ്റെ ചോര വരുന്നതാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആശുപത്രി അധികൃതർ CPR അടക്കമുള്ള സംവിധാനം കൊടുത്തതിന് ശേഷം നോക്കുമ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ കഴുത്ത് ഇനി വിടാനായിട്ട് നിസ്സാര ഭാഗം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. തുടർന്ന് കുട്ടി മരണപ്പെടുന്നു. അതിനുശേഷം പോലീസ് കൃത്യമായി തന്നെ നടപടിക്രമങ്ങളിലേക്ക് കിടക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീടടക്കമുള്ള സംഗതികൾ സീൽ ചെയ്യുന്നു. വീട്ടിലുള്ളവരെ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ വീട് എന്ന് പറയുന്നത് അമ്മയായിട്ടുള്ള റൂത്തിൻ്റെ വീടാണ്. റൂത്തിൻ്റെ അമ്മ റോസി, അവരുടെ ഭർത്താവ് ദേവസിക്കുട്ടി, അതുപോലെ ഈ റൂത്തിൻ്റെ ഭർത്താവ് ആൻ്റണി, അവരുടെ 2 മക്കൾ, അങ്ങനെ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇവിടെ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിലേക്ക് അന്വേഷണം നീണ്ടു. ഇവരെ കൃത്യമായി തന്നെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിച്ചു. പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഇതിൽ നിന്ന് വൈകുന്നേരത്തോടു കൂടി പോലീസിന് കൃത്യമായിട്ട് തന്നെ വിവരം ലഭിച്ചു. ഇതിലെ പ്രതി എന്ന് പറയുന്നത് ഈ റൂത്തിൻ്റെ അമ്മയായിട്ടുള്ള റോസി എന്ന് പറയുന്ന വയോധികയാണ്. അവരാണ് ഈ കുട്ടിയുടെ കഴുത്ത് അറുത്ത് മാറ്റിയിട്ടുള്ള നിലയിലേക്ക് ഇവർ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അവരെ അറസ്റ്റ് രേഖപ്പെടുത്തി. അവർ അതിനുശേഷം ഈ കൃത്യം നടന്നതിന് ശേഷം ഈ റോസി എന്ന് പറയുന്ന വയോധിക ശാരീരിക അസ്വസ്ഥതകളാൽ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ്. ഇവർക്ക് ഈ സോഡിയത്തിൻ്റെ കുറവ് മൂലമുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. അതുമാത്രമല്ല ചില സമയങ്ങളിൽ മാനസിക വിഭ്രാന്തിയോടുകൂടി തന്നെ ഇടപെടുന്ന അവസ്ഥകൾ കാണാറുണ്ട്. അധിക ഡോസ് മരുന്ന് കഴിച്ചുകൊണ്ടുള്ള ശാരീരിക അസ്വസ്ഥതകളുണ്ട്. എന്തു തന്നെയായിരുന്നാലും മധ്യകേരളത്തെ നടുക്കിയ ഒരു സംഭവം. ഈ സംഭവത്തെപ്പറ്റി നമുക്കറിയാൻ സാധിച്ചൊരു പ്രധാനപ്പെട്ട സംഭവം, ബുധനാഴ്ച കാലത്ത് ഈ കൈക്കുഞ്ഞിനെ അമ്മയായിട്ടുള്ള റൂത്ത് ഈ മുത്തശ്ശിയുടെ തൊട്ടടുത്ത് കിടത്തിയിട്ട് അടുക്കളയിലേക്ക് കഞ്ഞിയെടുക്കാൻ പോകുന്ന ആ സമയം, ആ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഈ വയോധികയായിട്ടുള്ള റോസി എന്ന് പറയുന്ന ഈ വയോധിക ഈ കൃത്യം നടത്തിയിട്ടുള്ളത്. കത്തി ഉപയോഗിച്ച് ഈ കുഞ്ഞിൻ്റെ കഴുത്തറുത്ത് കത്തി ദൂരേക്ക് വലിച്ചെറിയായിരുന്നു. ഈ കത്തി ഫോറൻസിക് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എത്ര ഭീകരമായിട്ടുള്ളൊരു സംഭവം! നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ വീട്ടിലൊക്കെ കോഴിയെ കൊല്ലുന്ന, അല്ലെങ്കിൽ അത്രയ്ക്ക് ലാഘവത്തോടുകൂടിയാണ് സംഭവം നടന്നിട്ടുള്ളത്. ഈ വയോധികയായിട്ടുള്ള റോസിക്ക് ഇടയ്ക്ക് മാനസിക വിഭ്രാന്തിയിൽ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് ഈ സോഡിയക്കുറവുള്ള രോഗികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. കുട്ടിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകും. അതിനുശേഷം എടക്കുന്ന് ദേവാലയ സെമിത്തേരിയിലാണ് മൃതദേഹ സംസ്കാരം നടക്കുന്നത്. നമുക്കിത്തരം വാർത്തകൾ ദഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി എങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുക? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ വയോധികരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹങ്ങളാണെങ്കിൽ ഇടവക തലങ്ങളിലൊക്കെ തന്നെ വയോധികരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പരിപാടികളൊക്കെ ആരംഭിക്കുന്നത്. ഒരു വല്ലാത്ത ഒരു ഏകാന്തതയും ഒരു വീർപ്പുമുട്ടലാണ് സത്യം പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് സ്വാഭാവികമായിട്ടും ഈ കൊറോണ കഴിഞ്ഞോടുകൂടി ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും ശാരീരിക ഘടനയിൽ വന്ന മാറ്റങ്ങളൊക്കെ തന്നെ വലിയ അസ്വസ്ഥതകളിലേക്കും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, അതായത് സ്ട്രോക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് കടന്നു വരുന്ന അതുമൂലമുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ മാനസിക വിഭ്രാന്തിയും അതുപോലെ തന്നെ ഈ സോഡിയം കുറവുള്ള രോഗികളുടെ അടുത്ത് സോഡിയം കുറവുള്ള രോഗികൾ കാണിക്കുന്ന അസ്വസ്ഥതകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലർ വല്ലാത്ത രീതിയിൽ വയലൻ്റ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ കുട്ടികളെ ഏൽപ്പിക്കുമ്പോൾ അതീവ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി വേണം ചെയ്യാൻ. മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിച്ച് നിർത്തുന്ന രീതിയിലുള്ളൊരു വാർത്തയാണ് ഈ കൈക്കുഞ്ഞിൻ്റെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചത്. വളരെ സന്തോഷിക്കേണ്ട ബുധനാഴ്ച ഇന്നലെ ഈ കുടുംബം വളരെ സന്തോഷിക്കേണ്ട ഒരു പിറന്നാൾ ആഘോഷത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ഈ കുടുംബം ഇന്ന് ആ കൈക്കുഞ്ഞിൻ്റെ മൃതദേഹത്തിന് മുന്നിൽ നിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. പോലീസ് കൃത്യമായിട്ട് തന്നെ ഈ വിഷയത്തിലേക്ക് കടന്ന് അന്വേഷണം നടത്തി വീട്ടുകാരെ ചോദ്യം ചെയ്ത് അതുകൊണ്ട് തന്നെ പ്രതിയെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം. ഇങ്ങനെയൊരു സംഭവം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ജാഗ്രതയോടുകൂടി ആയിരിക്കണം നമ്മൾ വീടുകളിൽ ഇത്തരത്തിലുള്ള രോഗികളുള്ള വീടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്കുള്ള കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ആരും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷേ നമ്മുടെയൊക്കെ ശാരീരിക അവസ്ഥകളും ഘടനകളൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകളൊക്കെ നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെ നോക്കിക്കാണുക. കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തന്നെ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ കൈക്കുഞ്ഞിൻ്റെ അകാലമായ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇത്തരം വാർത്തകൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം. ഡെല്ല സാറ മരിയ എന്ന് പറയുന്ന 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് കഴുത്ത് മുറിഞ്ഞ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. നിലവിൽ ഹോസ്പിറ്റലാണ് നിൽക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മൂമ്മയെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ അബോധാവസ്ഥയിൽ മുഗ്നൂർ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വീട് നിലവിൽ പോലീസ് സീൽ ചെയ്തു. രാവിലെ ഞാൻ ഓടി ചെല്ലുമ്പോ ഒച്ച കേട്ട് ഓടി ചെല്ലുമ്പോ കൊച്ചിനെയും കൊണ്ട് കൊച്ചിന്റെ അപ്പൻ പുറത്തേക്ക് ഇറങ്ങണ നേരത്ത് ഞങ്ങളൊക്കെ ഓടി ചെന്നപ്പോ കൊച്ചിന്റെ മേത്ത് ഇങ്ങനെ ബ്ലഡ് കണ്ടു. മേത്തെ കൂടെ ഇങ്ങനെ പോണ കണ്ടു. അത്ര കണ്ടു.